നമസ്കാരം. കാസർഗോഡ് അമ്പലത്തറ ഗുരുപുരത്ത് ഒരു വീട്ടിൽ നിന്ന് 7 കോടിയോളം രൂപ പോലീസ് പിടികൂടി. 2000-ന്റെ നോട്ടുകളാണ് പിടിച്ചെടുത്തത്. ഇതുമായി ബന്ധപ്പെട്ട് ഒരാളെ കസ്റ്റഡിയിലെടുത്തു. ജില്ലാ പോലീസ് മേധാവി PB ജോയിക്ക് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് അമ്പലത്തറ പോലീസ് നടത്തിയ റെയ്ഡിലാണ് തുക പിടികൂടിയത്. കഴിഞ്ഞ വർഷം കേന്ദ്ര സർക്കാർ പിൻവലിച്ച നോട്ടുകളാണ് കണ്ടെത്തിയത്. പ്രവാസിയായ KP ബാബുരാജിന്റെ ഉടമസ്ഥതയിലുള്ള വീടാണിത്. ഇദ്ദേഹം പാണത്തൂരിലെ അബ്ദുൽ റസാഖിന് 1 വർഷം മുൻപ് ഈ വീട് വാടകയ്ക്ക് നൽകിയിരുന്നു. കല്യോട്ട് സ്വദേശിയാണെന്നും ഹോട്ടൽ ബിസിനസ് ചെയ്യുന്നു എന്നും പറഞ്ഞ് പ്രതിമാസം 7500 രൂപ വാടകയ്ക്കാണ് വീടെടുത്തത്. ഇയാളും കുടുംബവുമാണ് ഇവിടെ താമസിക്കുന്നത്. 3 ദിവസമായി അടച്ചിട്ട വീട് പോലീസ് നിരീക്ഷണത്തിലായിരുന്നു. പൂജാമുറിയിൽ ഒളിപ്പിച്ച നിലയിലും കിടപ്പുമുറിയിൽ നിന്നുമാണ് 2000-ന്റെ കള്ളനോട്ടുകൾ പിടിച്ചത്. തെർമോക്കോൾ ബോക്സ്, കാർഡ്ബോർഡ്, ചാക്ക് എന്നിവിടങ്ങളിലായി സൂക്ഷിച്ചു വെച്ച നിലയിലായിരുന്നു നോട്ടുകൾ. അമ്പലത്തറ CI K പ്രജീഷിന്റെ നേതൃത്വത്തിലാണ് പരിശോധന നടന്നത്. അബ്ദുൽ റസാഖിന് പിന്നിൽ മറ്റാരെങ്കിലും ഉണ്ടോ എന്ന കാര്യവും അന്വേഷിക്കുന്നുണ്ട്. നോട്ടിന്റെ സീരിയൽ നമ്പർ ഉൾപ്പെടെ പരിശോധിക്കും. അതേസമയം പണമൊഴുക്കി വോട്ടർമാരെ സ്വാധീനിക്കുന്നത് തടയാൻ കർശന പരിശോധന നടത്തുമെന്ന് ആദായ നികുതി വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. കള്ളപ്പണ നീക്കം തടയാൻ കേരളത്തിൽ 150-ലേറെ ഉദ്യോഗസ്ഥർ ഉൾപ്പെട്ട സ്ക്വാഡുകൾ പ്രവർത്തിക്കുമെന്ന് കൊച്ചി ഇൻകം ടാക്സ് ജനറൽ ദേബ്ജ്യോതി ദാസ് പറഞ്ഞു. ജില്ലാ തലത്തിൽ ഇത്തരം സ്ക്വാഡുകൾ ജില്ലാ ഭരണകൂടം, പോലീസ്, മറ്റ് അന്വേഷണ ഏജൻസികൾ എന്നിവയുമായി സഹകരിച്ച് പ്രവർത്തിക്കും. 4 വിമാനത്താവളങ്ങളിലും കൊച്ചി തുറമുഖത്തും പരിശോധനാ സംഘമുണ്ടാകും. വ്യക്തികൾക്ക് സ്വന്തം ആവശ്യത്തിന് വലിയ തുകയുമായി സഞ്ചരിക്കുന്നതിന് തടസ്സമില്ല. എന്നാൽ പണത്തിന്റെ സ്രോതസ്സും ആവശ്യവും വെളിപ്പെടുത്താൻ കഴിയണം. ബാങ്ക് വഴിയുള്ള വലിയ പണമിടപാടുകളും നിരീക്ഷിക്കും. കൊച്ചിയിൽ 24 മണിക്കൂർ കൺട്രോൾ റൂമുണ്ട്. വിവരം നൽകുന്നവരുടെ വിശദാംശങ്ങൾ രഹസ്യമായി സൂക്ഷിക്കും. 1800 425 3173 ആണ് ടോൾ ഫ്രീ നമ്പർ.